പ്രതികരിച്ച അവിടെയുള്ള നല്ലവരായ ജനങ്ങളെ ലാത്തി പിഞ്ചുകുഞ്ഞിന്റെ വയറ്റിൽ പോലും ലാത്തി കുത്തിക്കയറ്റിക്കൊണ്ട് പോലീസിന്റെ ജീപ്പുകളിലേക്ക് വലിച്ചിടുകയും ചെയ്ത സംഭവം നമുക്കറിയാം. അതിനുശേഷം അവിടെയുള്ള 300ഓളം വരുന്ന പോലീസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് 2 മണിക്കൂറോളം നീണ്ട ഒരു നാടകം അവിടെ നടക്കുകയുണ്ടായി. അതെന്ന് പറയുന്നത് അവിടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് മാലിന്യവുമായി കടന്നു വന്ന ആ ലോറി അവിടെയുള്ള ഡ്രൈവർമാരെ ആട്ടി ഓടിച്ചുകൊണ്ട് 1-2 ആളുകൾ കടൽ വഴി കടന്നു വരികയും ആ ലോറിക്ക് തീയിടുകയും ചെയ്തു. എന്നിട്ട് ഡിവൈഎസ്പി അടക്കം കോമാളിയെ പോലെ നോക്കി നിന്നുകൊണ്ട് അവർ തന്നെ ആ 2 മണിക്കൂറോളം ആ തോണിയിലേക്ക് കയറുകയും ആ കല്ലിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ ചാനലിലൂടെ കാണുകയുണ്ടായി. ഇത്തരം നാടകങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് വളരെ വ്യക്തമായിട്ടും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുവാൻ ഇവിടെ പോലീസ് ഏമാന്മാർക്ക് സാധിച്ചിട്ടില്ല. ചെറിയ പിഞ്ചു കുഞ്ഞിന്റെ വയറ്റിലേക്ക് ലാത്തി കയറ്റുവാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൺമുമ്പിലുള്ള 300ഓളം പോലീസുകാരുടെ കൺമുമ്പിൽ വെച്ച് 2 മണിക്കൂറോളം നേരം നോക്കി നിന്ന ആ കടലിലേക്ക് ആ അക്രമിയുടെ നേരെ ഒരു പോലീസുകാരന് പോലും നീന്തി അവരെ പിടിക്കുവാൻ സാധിച്ചില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ തലേന്നാൾ ആ പെട്ടിപ്പാലം കോളനിയിലെ ഇവിടെയുള്ള കോമാളി ചെയർപേഴ്സൺ ആമിനത്താത്ത യോഗം ചേർന്ന കാര്യം വളരെ പ്രത്യക്ഷമായി അറിയുന്ന സംഗതിയാണ്. അവിടെയുള്ള പെട്ടിപ്പാലം കോളനിയിൽ ഒരുപാട് നേരം യോഗം ചേർന്നുകൊണ്ട് തെരഞ്ഞെടുത്ത ഒരു തിരക്കഥ നാടകമായിരുന്നു അവിടെ നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും ഒരു ചെറിയ വിരൽ പോലും മനക്കുവാനുള്ള ആർജവവും നട്ടലും ഇവിടുത്തെ പോലീസുകാർക്ക് ഇല്ലാതെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് 1 വർഷം മുമ്പ് അവിടെയുള്ള കടൽ ഭിത്തിയുടെ 12 സ്ഥലങ്ങളിൽ കടൽ ഭിത്തി പൊളിക്കുകയും അതിലൂടെ മാലിന്യം കടലിലേക്ക് ഒഴുക്കുകയും ചെയ്ത മാസ്റ്റർ തയ്യാറാക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാം. അതിലും ചെറിയ വിരൽ പോലും മനക്കുവാനുള്ള താൻ ഇവിടെ പോലീസുകാർ കാണിച്ചില്ല. എന്നിട്ട് പിഞ്ചു കുഞ്ഞിന്റെ വയറ്റിലേക്ക് ഈ ലാത്തി കയറ്റാനുള്ള ആർജവമാണ് ഇവിടുത്തെ കാണിക്കുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് വലിയ രീതിയിൽ പറയുന്നു. നമ്മുടെ വളരെ സുപ്രധാനമായ തന്ത്രമായിരുന്നു അത്. നമ്മൾ പേടിച്ചിട്ടല്ല രാത്രിയിൽ വന്നത് എന്ന്. ഉളുപ്പില്ലാത്ത ഒരു പോലീസ് സേനയും അന്തം കെട്ട ഒരു നഗരസഭയും കുന്തം വിഴുങ്ങിയ ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത് എന്ന് നാം മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു സമരം തന്നെ തുടർന്നുണ്ടാവും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നതും. അതിന് ഏറ്റവും വലിയ ഐക്യദാർഢ്യം സോൾഡാറ്റി തുടരുക തന്നെ ചെയ്യും എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. സോൾഡാറ്റി യൂത്ത് മൂവ്മെന്റിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ ഒരു സമരത്തിന് നേർന്നുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ശക്തമായ മുന്നേറ്റത്തിന് സോളിഡാരിറ്റി നേതൃത്വം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ അറബോസത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പെട്ടിപ്പാലം വസന്തത്തിന് തയ്യാറെടുക്കണം നിങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നിങ്ങൾക്കേവരും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.